ജെന്മൻ ബോയ്സ് ആൻഡ് ഗേൾസ് പ്ലാറ്റ്ഫോം സെവൻ്റെ പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നത് മനസ്സിലാണല്ലോ, ബാക്കിൽ പോകുന്നത് വെൽക്കം ടു പേൾ സിറ്റി എന്നുണ്ടാവും. ഈ മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഇതാണ് സംഭവം. ഞാനിപ്പോൾ നിൽക്കുന്നത് തൂട്ടിക്കോരൻ അഥവാ തൂത്തുക്കുടി റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മളിവിടെ ഒരു പുത്തൻ യാത്ര ആരംഭിക്കാൻ പോകണം. എങ്ങോട്ടാണ് ഏതാണെന്നുള്ളത് ഇപ്പോൾ തന്നെ പറയാം, ഒരല്പസമയത്തുള്ളിൽ ഞാൻ റിവീൽ ചെയ്യും. ഇതാണ് തൂത്തുക്കുടി റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് പോകുന്ന ട്രെയിൻ ഓൾറെഡി പ്ലാറ്റ്ഫോമിൽ വന്ന് കിടക്കുന്നുണ്ട്. നേരത്തെ തന്നെ വന്ന് കിടക്കേണ്ടി വരുന്നു. 10:30 പോകുള്ളൂ. മണിപ്പോൾ 9:15 ഇപ്പോഴേ ട്രെയിൻ വന്ന് കിടന്നു. നമുക്കെന്നാൽ സ്റ്റേഷൻ ഉള്ളിലേക്ക് പോകാം. ഞാനിതൊരു ഡിന്നർ കഴിച്ചില്ല, അപ്പോൾ ഡിന്നർ ഞാൻ ഇവിടെ എത്തിയിട്ട് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുഡ് വരണം. കാര്യം ഇവിടെ സ്റ്റേഷനിൽ പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. സ്റ്റേഷനിൽ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഇവിടെ കാര്യമായിട്ട്. ഇവിടെ ഒരു കാറ്ററിംഗ് സ്റ്റോളുണ്ട്, പക്ഷേ അതിൽ ഭക്ഷണം ഞാൻ കണ്ടില്ല. ആകെ ബിസ്ക്കറ്റും ഒക്കെ കണ്ടുള്ളൂ. പിന്നെ ഇവിടെ ടിക്കറ്റ് കൗണ്ടേഴ്സ് ഉണ്ട്. ഈ നേരെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കാണുന്നതാണ് നമ്മുടെ ട്രെയിന്. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഏതാണ്? ഇതേ കിടക്കുന്നു. ഇതാണ് നമ്മുടെ ട്രെയിൻ 16766 തൂത്തുക്കുടി മേട്ടുപ്പാളയം എക്സ്പ്രസ്. അപ്പം ഞാൻ ശരിക്കും ഈ ട്രെയിനിൽ AC 3 ടയറിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചാർട്ട് വന്നപ്പോൾ ഒരു സൂപ്പർ സർപ്രൈസ് ആയിട്ട് അത് AC 2 ടയറിലേക്ക് അപ്ഗ്രേഡായി. അങ്ങനെ A1 നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കാണിച്ച കോച്ച് തന്നെയാണ് നമ്മുടെ കോച്ച്. നമ്മളെ കൊണ്ടുപോകുന്ന ലോക്കോ ഓൾറെഡി കൊണ്ടുവന്ന് കപ്പിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലോക്കോ ഏതാണെന്ന് ജസ്റ്റ് ഇപ്പോൾ തന്നെ നോക്കിയതാണ്. ഈ വണ്ടിക്ക് ഒരു പ്രോപ്പർ ബോർഡ് ഉണ്ടായിരുന്നു, കാര്യം ഞാൻ എൻ്റെ പിക്ചേഴ്സ് കണ്ടായിരുന്നു. പക്ഷേ ആ ബോർഡ് എടുപ്പോൾ എന്നറിയില്ല. എന്തായാലും ഇപ്പോൾ അതുപോലെ സാധാരണ 2 കുഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടെ നമ്മളെ കൊണ്ടുപോകുന്ന ലോക്കോ 22785. തീരെ വെളിച്ചമില്ല ഇവിടെ. ആരക്കോണത്തിന് 22785 ആണ് ഇന്നത്തെ നമ്മുടെ പവർ. അപ്പോൾ ലോക്കോ കൊണ്ട് കപ്പിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ തിരിച്ച് എൻട്രൻസിനോട് പോയി നിൽക്കട്ടെ, കാരണം ഫുഡ് വരും. ഫുഡ് മേടിച്ചിട്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് കാറ്റ് കൊണ്ടുകൊണ്ടിരുന്ന് കഴിക്കുമ്പോഴേക്കും മിക്കവാറും നമ്മുടെ കോച്ച് ഓപ്പൺ ആവുമായിരിക്കും. എൻ്റെ ഫുഡ് ഇത് അങ്ങനെ വരുന്നു. സ്വിഗ്ഗിക്കാരൻ കൊണ്ടു തന്നിട്ട് പോകും. ഫുഡ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. ബിനയ്, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. വൃന്ദാവൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റേഷനുള്ളിൽ കയറി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് നമുക്കിത് കഴിക്കാം. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തൊരു പനീർ ഫ്രൈഡ് റൈസ് ആയിരുന്നു. നല്ല വൃത്തിയായിട്ട് പ്ലാസ്റ്റിക് കണ്ടെയ്നറിലൊക്കെയാണ് വന്നിരിക്കുന്നത്. കാണാമല്ലോ അങ്ങനെ കഴിച്ചു നോക്കിയിട്ട് അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ലോക്കോ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു. അവിടെ കോച്ചും തുറന്നു തോന്നുന്നു. ബാക്കി ജനറൽ കമ്പാർട്ട്മെൻറ്റൊക്കെ ഇവർ മെയിൻ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്തിട്ട് പോയി. അപ്പോൾ നമുക്കെന്നാൽ പെട്ടെന്ന് നമ്മുടെ കോച്ച് തുറന്നെങ്കിൽ അതിനകത്ത് കയറി നമുക്ക് ഒരുപാട് യാത്രക്കാർ വരുന്നതിന് നമുക്ക് ഇൻറ്റീരിയേഴ്സൊക്കെ ഒന്ന് എടുത്തേക്കാം. കാര്യം ICF 2AC കോച്ച് നമ്മുടെ ചാനലിൽ കാണിച്ചായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. മറ്റേ LHB ടൈപ്പ് ഞാൻ ഒരിക്കൽ കാണിച്ചിട്ടുണ്ട്. ICF കാണിച്ചിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും ഇന്നത് കാണാനുള്ളൊരു അവസരം കൂടിയാണ് നമുക്ക്. ഇതാണ് നമ്മുടെ കോച്ച് 056062C. ICF ബിൽറ്റ് തന്നെയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ഇതിനകത്ത് കയറി ഇൻറ്റീരിയേഴ്സ് ഒന്ന് കണ്ടേക്കാം. അത്യാവശ്യം യാത്രക്കാരൊക്കെ കയറി കഴിഞ്ഞു. അപ്പോൾ എത്ര കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും കഴിയുന്നത്ര ഞാൻ കാണിച്ചു തരാം. മൊത്തം 46 സീറ്റാണ് സെക്കൻഡ് AC-യിൽ. എന്നിട്ട് AC ആണല്ലോ, അവിടെ നല്ല ചൂടുണ്ട്. ഇങ്ങനെ പലപ്പോഴും ഹോസ്പിറ്റൽ ഓൺ വീൽസിന് കളിയാക്കാറുണ്ട്. ഈ കർട്ടനുകൾ കാരണമാണ്. മൊത്തം കർട്ടനിട്ട് അടച്ച് കൂട്ടിച്ചിരിക്കുന്നുണ്ട്. ഒരെണ്ണത്തിനകത്ത് 4 ബർത്താണ്. 4 ബർത്ത് എന്ന് പറയുമ്പോൾ ഒരു അപ്പർ, 2 ലോവർ, ഇവിടെ വീണ്ടും ഒരു അപ്പർ, അത്രേ ഉള്ളൂ. ഇന്ന് മിഡിൽ ബർത്തില്ല. സാധാരണ ഇതിൽ ഈ സീറ്റുകൾക്കും മറ്റിനേക്കാളും വീതി കൂടുതലാണ്. ഈ ബാക്ക് റെസ്റ്റ് നമ്മൾ താവോട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല വീതിക്ക് കിടക്കാൻ പറ്റും. അപ്പർ ബർത്ത് നല്ല വീതിയുണ്ട്, ശ്രദ്ധിച്ച് ഞാൻ കാണാം. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിനകത്ത് യൂഷ്വലി റീഡിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് റീഡിംഗ് ലാമ്പ്. തുറന്നു കഴിഞ്ഞാൽ വെളിച്ചം കിട്ടും. ഓപ്പൺ ഫോർ ലൈറ്റാണ്. ഇതൊക്കെയാണ് സെക്കൻഡ് AC-യുടെ വിശേഷം. പിന്നെ സൈഡ് ലോവർ സാധാരണ തേർഡ് AC-യുടെ സൈഡ് ലോവർ പോലെ തന്നെ അത്രയൊക്കെ തന്നെ വീതിയുള്ളൂ. ആകെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു കേർട്ടൺ എക്സ്ട്രാ ആയിട്ട് വരും. അതിലാണ്ട് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഒരു സാമ്പിൾ കാണിച്ചത് ഇവിടെ ബാക്ക് റെസ്റ്റ് ഇൻടാക്റ്റാണ്. ബാക്ക് റെസ്റ്റ് പൊക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ ബാക്ക് റെസ്റ്റ് താവിട്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മുകളിലൊക്കെയാണ് ബർത്ത് വിരിച്ച് കിടക്കുന്നത് നമ്മൾ. സാധാരണ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു 2 സീറ്റർ പൂപ്പ പോലെയുണ്ട്. ഇത് ഇതിലാകെ 2 പേര് മാത്രമേ ഉള്ളൂ. കാര്യം ഇത് ലിനൻ സ്റ്റോറേജിനുള്ള ബോക്സാണ്. അതുകൊണ്ട് ഇവിടെ ജസ്റ്റ് ഈ 2 പേര് മാത്രമേ ഉള്ളൂ. ഇവർക്ക് മാത്രമായിട്ട് ഒരു ഇത് അടച്ച് വെക്കാൻ പറ്റുന്ന, കേട്ടണിട്ട് അടച്ചു കഴിഞ്ഞാൽ നല്ല പ്രൈവസി കിട്ടുന്ന ടൈപ്പ് ഒരു സീറ്റാണിത്. ഇത് സെക്കൻഡ് AC-യിലത്തെ അവസാനത്തെ 2 സീറ്റുകളാണ്. 43 44
ഇവിടെയായിട്ട് 45-46 വരും. ഈ കോച്ചുകൾ ICF കോച്ചുകൾ സെൽഫ് ജനറേറ്റിംഗ് ആണെന്ന് ഇതിന് മുമ്പ് ഒരു ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെൽഫ് ജനറേറ്റിംഗ് ആയതുകൊണ്ട് ഇതിന് താഴെ ബാറ്ററി നിന്നാണ് പവർ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ബാറ്ററി ഒന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ട്രെയിൻ സ്റ്റേഷനിലുണ്ട്, ബാറ്ററി ഡിസ്ചാർജ് അപ്പോൾ. അപ്പോൾ സാധാരണ ഇങ്ങനെ ജമ്പർ കേബിൾസ് കൊണ്ടുവന്നിട്ട് ജമ്പർ കേബിൾസ് കൊടുത്താണ് അവർ ബാറ്ററി ചാർജ് ചെയ്യുന്നത്. ഈ ജമ്പർ കേബിൾ സാധാരണ ഇതിൽ പ്ലാറ്റ്ഫോമിൽ തന്നെയുള്ള ഇതിനുള്ള പോയിൻറ്റ്സ് ഉണ്ട്. ഈ കാണുന്ന ബോക്സ് ജമ്പർ കേബിളിൻ്റെ പോയിൻ്റ് ആയിരുന്നു. അതിലേക്ക് കണക്ട് ചെയ്തിട്ട് ഈ കാണുന്ന ജമ്പർ കേബിൾ കണക്ട് ചെയ്തിട്ട് ഈ കേബിളിൽ നിന്നാണ് അവർ കോച്ചിലേക്ക് കറണ്ട് കൊടുക്കുന്നത്. സമയം ഇപ്പോൾ 10:48. നമ്മുടെ സ്റ്റാർട്ടർ പച്ചയായി. സ്റ്റാർട്ടറും അഡ്വാൻസും പച്ചയാണ്. അപ്പോൾ മെയിൻ ലൈൻ ഡിപ്പാർച്ചറാണ്. സിഗ്നലൊക്കെ ആയി. ഇനി 2 മിനിറ്റ്, കഷ്ടി 1.5 മിനിറ്റും കൊണ്ട് നമുക്ക് കറക്റ്റ് ടൈമിന് പുറപ്പെടാൻ. സ്റ്റേഷൻ മാസ്റ്ററൊക്കെ പച്ച സിഗ്നൽ വന്നു കഴിഞ്ഞു. അവിടെ ഗാർഡ് റെഡ് സിഗ്നലാണ് ഫ്ലാഷ് ചെയ്യുന്നത്. അപ്പോൾ എന്തോ പ്രശ്നമുണ്ട്. കറക്റ്റ് 10:53. ഞാൻ റെക്കോർഡ് ചെയ്യാൻ ഇവിടെ കാത്ത് റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു. കറക്റ്റ് ഹോൺ അടിക്കാൻ തൊട്ട് മണി TT വന്ന് ടിക്കറ്റ് വെച്ചത്. അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഹോൺ അടിക്കുകയും ചെയ്തു. എന്നാൽ നമ്മൾ 10:51, 3 മിനിറ്റ് ലേറ്റായിട്ട് നമ്മൾ തൂത്തുക്കുടിയിൽ ജസ്റ്റ് ഇറങ്ങുന്നു. ഇവിടുത്തെ വെതർ ഭയങ്കര സൾട്ടറിയാണ്. വേർത്തുകൊണ്ടിരിക്കുക. ഹ്യൂമിഡിറ്റി വളരെ കൂടുതൽ. നമ്മൾ കടൽ തീരത്തിനോട് ചേർന്നാണല്ലോ, ഭയങ്കരമായിട്ട് വേർത്തുകൊണ്ടിരിക്കുക. കേരളത്തിലിപ്പോൾ കുറച്ച് ദിവസം നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് ഈ ചൂടൊട്ടും പറ്റുന്നില്ല. അപ്പം നമ്മളിത് ജസ്റ്റ് തൂത്തുക്കുടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ യാത്ര ഇവിടെ അടിപൊളിയായിട്ട് നമ്മൾ ആരംഭിക്കുകയാണ്. ഞാൻ നേരെ പോയി കിടന്ന് ഉറങ്ങാൻ പോകണം. ഞാൻ വിചാരിക്കുന്നത് പൊള്ളാച്ചിക്ക് ആകുമ്പോഴേക്കും എണീക്കണം എന്ന് വിചാരിക്കുന്നത്. പൊള്ളാച്ചി 4:45 അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും എണീക്കാൻ പറ്റണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അലാമ കിടക്കാമെന്നൊക്കെ വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ശുഭരാത്രി, ഗുഡ് നൈറ്റ്. സമയം 4:45. സുപ്രഭാതം, ഗുഡ് മോർണിംഗ് ഫോക്സ്. വണ്ടി പൊള്ളാച്ചിയിലെത്തുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. വണ്ടി ഞാൻ എണീക്കുമ്പോൾ തന്നെ വണ്ടി പൊള്ളാച്ചി എത്തിക്കഴിഞ്ഞാൽ പാരീസ് മെട്രോയിനടുത്ത് 4:15 പൊള്ളാച്ചി നടക്കുന്നതാണ്. 4:50 മറ്റോ വന്ന് ഇവിടുത്തെ ടൈം. വണ്ടി BT വന്ന് ഇവിടെ വെറുതെ കിടക്കുകയാണ്. നമുക്ക് പോകാനുള്ള സ്റ്റാർട്ടറൊക്കെ ആയിട്ടുണ്ട്, പക്ഷേ സമയമായിട്ട് തരാം. ഇപ്പം 49 50 ഇവിടുന്ന് പുറപ്പെടണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ 3/4 മണിക്കൂറോളം ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ പുറപ്പെടുകയാണ്. വണ്ടി ബിഫോർ ടൈം എത്തിയതുകൊണ്ട് വെയിറ്റ് പിടിച്ചിട്ടൊന്നുമല്ല, ബിഫോർ ടൈം എത്തിയതുകൊണ്ട് വെയിറ്റ് ചെയ്താണ്. കറക്റ്റ് ടൈമിന് പുറപ്പെട്ട് 4:50 പൊള്ളാച്ചി ജംഗ്ഷനിൽ നിന്ന് യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. ഇനി വണ്ടിക്ക് കിണത്തക്കടവിലും കോയമ്പത്തൂർ ജംഗ്ഷനിലും സ്റ്റോപ്പുണ്ട്. അതിന് നേരെ മറ്റപ്പാളത്തിൽ കയറും. നമ്മൾ അടുത്ത സ്ഥലത്ത് കിണത്തക്കടവിൽ പോസ്റ്റ് കിടക്കുക. കിണത്തക്കടവിൽ 5:10 പറ്റിയായിരുന്നു. 5:30 ഡിപ്പാർട്ട് ചെയ്യേണ്ടതാണ്. ഇതുവരെ ഡിപ്പാർട്ട് ചെയ്തിട്ടില്ല. സമയം ഏകദേശം 5:57 ഞാൻ ഈ വണ്ടിയുടെ കണ്ണ് NTSൽ ചുമ്മാ നോക്കുമായിരുന്നു. അപ്പോൾ NTSൽ നോക്കിയപ്പോൾ ഇന്നത്തെ അല്ല, കുറച്ച് ദിവസം ഞാൻ ഈ യാത്ര ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് ഞാൻ ഈ വണ്ടിയുടെ ട്രാക്കിംഗ് കണ്ടിന്യൂസ് ചെയ്ത് തുടങ്ങിയായിരുന്നു. അപ്പോൾ കണ്ടൊരു കാര്യം, ഈ വണ്ടിക്ക് ഒരുപാട് ബഫർ ടൈം ഉണ്ടെന്നുള്ളതാണ്. ഈ വണ്ടി മിക്കവാറും ദിവസങ്ങളൊക്കെ ബിഫോർ ടൈമാണ്. ഇന്ന് തന്നെ പൊള്ളാച്ചിയിൽ നമ്മൾ 4:15 4:40 വിട്ടു. ഇവിടെ നമ്മൾ 5:10 ഇതുവരെ വിട്ടിട്ടില്ല. ഇപ്പോൾ സമയം 5:58. നമ്മളിതാ ഈ വരുന്ന വണ്ടിയുടെ ക്രോസിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. WAP 1
ഈ വരുന്നത് കോയമ്പത്തൂർ പൊള്ളാച്ചി പാസഞ്ചറാണ്. ഇത് ചെമ്മൊഴി എക്സ്പ്രസിൻ്റെ റേക്കാണിത്. അത്യാവശ്യം യാത്രക്കാരുണ്ട്. അവൻ വന്ന് നിർത്തി, അവൻ വിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിടുന്നുള്ളൂ. ക്ലൗഡിയാണ്, പിന്നെ അതുപോലെ നല്ല തണുപ്പുമുണ്ട് കാറ്റിന്. ഇതാണ് മെയിൻ ലൈന്, മംഗലാപുരം മെയിൻ ലൈന്, ചെന്നൈ മാംഗ്ലൂർ മെയിൻ ലൈനിൽ നമ്മളതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് പാസ് ചെയ്ത് ടുവേർഡ്സ് കോയമ്പത്തൂർ പോകണം. പുതിയ അണ്ടർപാസ് എന്തോ പണിയുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ മംഗലാപുരം ഭാഗത്ത് പോകുന്ന മെയിൻ ലൈൻസ്. ആ പാലത്തിന് കുറച്ച് അപ്പുറത്തുനിന്ന് അങ്ങോട്ടാണ് പാലക്കാട് ഡിവിഷൻ. നമ്മൾ സേലം ഡിവിഷനിലാണ്. ഈ കാണുന്ന സിഗ്നലിംഗ് ആൻഡ് ടെലികോം വർക്ക്ഷോപ്പിൽ അവരുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ കാണുന്നത്. അവിടെ അവിടുത്തെ സിഗ്നൽ പോസ്റ്റുകളും മറ്റും വെച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ.
പ്ലാറ്റ്ഫോം നമ്പർ 1 ഒരു എം ടി റേ കിടക്കുന്നുണ്ട്. അത് മറ്റേ കോയമ്പത്തൂർ നാഗർകോവിൽ എക്സ്പ്രസിൻ്റെ റേക്ക് ആയിരിക്കണം. സമയം ഇപ്പോൾ 6:23. നമ്മുടെ സിഗ്നൽ പച്ചയാണ്. ബൈപ്പാസിന് നേരെ പോയി നമ്മൾ കോയമ്പത്തൂരിലേക്ക് പോകും. നമ്മൾ ജസ്റ്റ് കോയമ്പത്തൂർ ഹോം സിഗ്നൽ എത്തുന്നു. ഹോം റെഡാണ്. നമ്മൾ കിണത്തക്കടവിൽ അത്രയൊക്കെ നേരം പിടിച്ചിട്ടിട്ടും അതായത് 1/2 മണിക്കൂർ മേലെ ലേറ്റായിട്ട് പുറപ്പെട്ടിട്ടും നമ്മളിപ്പോൾ മോറോലെസ് ഓൺ ടൈമാണ്. 6:28 സിഗ്നൽ ഇത് ആംബർ ആയിരുന്നെങ്കിൽ നമ്മൾ കൃത്യം 6:30 കോയമ്പത്തൂരോട് കയറി ചെന്നാണ്. ഒരു മിനിറ്റ് കഷ്ടിച്ച് ഹോം സിഗ്നൽ നിന്നുണ്ടാവും. അപ്പോഴേക്കും നമുക്ക് സിഗ്നൽ കിട്ടും. നമ്മൾ ജസ്റ്റ് അണങ്ങുന്നു. ലോക്കൽ സിഗ്നൽ കവർ ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഏത് ലൈനിലേക്ക് സെറ്റ് ചെയ്യുന്നത് കാണാൻ വയ്യ. പിന്നെ ഭയങ്കര ക്ലൗഡിയാണ്. നമുക്കൊരു സൺറൈസ് കിട്ടിയില്ല കേട്ടോ. മുഴുവൻ നേരം അതിങ്ങനെ ഇങ്ങനെ നിന്നേളൂ, മൂടി നിന്നേളൂ. ഈ റൈറ്റ് സൈഡിൽ ആ ഷെൽട്ടർ കൊടുത്ത് കാണുന്നതാണ് കോയമ്പത്തൂർ പുതുതായിട്ട് തുടങ്ങിയ കോച്ച് റെസ്റ്റോറൻറ്റ്, ബോച്ചെ ഫുഡ് എക്സ്പ്രസ്. അത് വർക്കിംഗ് ആയോ എന്നറിയില്ല, കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. നമ്മളെന്തായാലും കോയമ്പത്തൂർ ജംഗ്ഷനിലോട്ട് കയറുകയാണ്. ഇതിന് പ്ലാറ്റ്ഫോം 4 ആണോ എന്നൊരു സംശയം. അതെ, പ്ലാറ്റ്ഫോം നമ്പർ 4-ലേക്കാണ് കയറുന്നത്. ആ കിടക്കുന്ന മയിലാടുതുറയിലേക്ക് പോകുന്ന ജനശതാബ്ദി എക്സ്പ്രസ് ആണ്.
കോയമ്പത്തൂർ മയിലാടുതുറൈ ജനശതാബ്ദി എക്സ്പ്രസ്. നമ്മൾ ഔട്ടറിൽ നിന്ന് കിടക്കേണ്ടി വന്നതുകൊണ്ട് നമ്മളിപ്പോൾ ഏകദേശം ഒരു 7 മിനിറ്റ് ലേറ്റാണ്. 6:37 ഗോൾഡൻ റോക്കിന് 1183. തൊട്ടിപ്പുറത്തായിട്ട് നമ്മുടെ ജനശതാബ്ദിയുടെ ലോക്ക് വരുന്നുണ്ട്. 22903 അരക്കോണത്തിന് വാക്കൂർ. അങ്ങ് ദൂരേന്ന് പുറത്തുനിന്നൊരു ട്രെയിൻ കയറി വരുന്ന കാണാൻ പറ്റണമെന്ന് എനിക്കറിയില്ല. അത് 11013 മുംബൈ LTT കോയമ്പത്തൂർ എക്സ്പ്രസ് ആണ്. നമ്മുടെ സ്റ്റാർട്ടർ ആയി കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഔട്ടിറങ്ങി നിന്ന് മറ്റേ 11013 അറൈവൽ പിടിക്കുന്നില്ല. കൃഷ്ണരാജപുരത്തിന് 37651. അപ്പോൾ അങ്ങനെ 11013 ലോക്മാന്യ തിലക് ടെർമിനസ് മുംബൈ കോയമ്പത്തൂർ എക്സ്പ്രസ് കയറി വന്നു. ഈ ട്രെയിൻ ഒരു എൻഡ് ട്രിപ്പ് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, പണ്ട് കാലത്ത് 98, 99 കാലഘട്ടങ്ങളിലൊക്കെ എൻ്റെ അച്ഛന് ബോംബെയിലേക്ക് ട്രാൻസ്ഫർ ആയ സമയത്ത് ഞങ്ങൾ ഈ വണ്ടിയിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ബോംബെയിൽ നിന്ന് കോയമ്പത്തൂരിൽ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. അന്ന് ഇത് 1013 ആണ്. പഴയ ICF കോച്ചാണ്. അന്ന് പാൻട്രി കാറല്ല, ഇപ്പം ഇനി പാൻട്രി കാറുണ്ട്. അന്ന് പാൻട്രി കാറൊന്നും ഇല്ലാത്തൊരു വണ്ടിയായിരുന്നത്. ഒരുപാട് ഓർമ്മകളുണ്ട്. അപ്പോൾ ഒരിക്കൽ ഈ ട്രെയിനിൽ ഒരിക്കൽ കൂടി യാത്ര ചെയ്ത് എൻ്റെ പഴയ ഓർമ്മകളൊക്കെ ഒന്ന് റീകണ്ടിൽ ചെയ്യണം. പിന്നെ നമ്മൾ ഉൾപ്പെടെ നമ്മുടെ ലോക്കനാണ് ഹോൺ കേട്ടത്. കൊടിയും വീശി. കോയമ്പത്തൂർ കോച്ചിങ് ഡിപ്പോ. ഞാൻ വന്ദേ ഭാരതിലുണ്ടോ നോക്കാൻ വേണ്ടി വന്നതുണ്ടോ. വന്ദേ ഭാരത് എനിക്ക് അതിൻ്റെയൊക്കെ പുറകിലാണ് നിന്ന് കിടക്കുന്നത്. ബാംഗ്ലൂർ വന്ദേ ഭാരത് ഇതുവരെ ഷണ്ട് ഔട്ട് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ആണ് കോയമ്പത്തൂരിലെ കോച്ചിങ് ഡിപ്പോ. അപ്പം നമ്മളങ്ങനെ മെയിൻ ലൈനിലോട്ട് കയറി.
കോയമ്പത്തൂർ നോർത്ത് സ്റ്റേഷനിലേക്ക് കയറുകയാണ്. ഇപ്പുറത്തായിട്ട് വാപ്പൺ 22013. ഇത് കോയമ്പത്തൂർ മാംഗ്ലൂർ എക്സ്പ്രസിൻ്റെ റേക്കാണ്. അത് ഏതിൻ്റെ റേക്കാരെന്ന് അറിയില്ല, ഏതൊരു ട്രെയിനിൻ്റെ റേക്ക് ഉണ്ടാകുന്നത്. നമ്മൾ ജസ്റ്റ് നോർത്ത് സ്റ്റേഷനിൽ പുറത്തോട്ട് ഇറങ്ങും. നമ്മൾ നേരെ മേട്ടുപ്പാളം ലൈനിലോട്ട് കയറി. നമ്മൾ ആദ്യമായിട്ടാണ് മേട്ടുപ്പാളം ലൈനിൻ്റെ ഡേ ടൈം കവറേജ് കാണിക്കുന്നത്. പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചത്ര ഡേ ആയിട്ടില്ല. ഇതൊക്കെ ഗോഡൗണുകളാണ്. അത് FCIയുടെ CWCയുടെ മറ്റാണെന്ന് തോന്നുന്നത്. ഇപ്പോൾ മെയിൻ ലൈനാണ് നേരെ പോകുന്നത് കാണാം. മെയിൻ ലൈൻ അതിന് വഴിക്ക് പോയി. മെയിൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇരികൂർ കോയമ്പത്തൂർ പോത്തന്നൂർ ലൈനാണത്. മെയിൻ ലൈൻ ബൈപ്പാസ് വഴിയാണ് പോകുന്നത്. സംഗനൂറാണെന്ന് തോന്നുന്നു. മൊത്തം ട്രെയിൻ വെള്ളമാണ്, വേറൊന്നുമല്ല. ഈ സ്ട്രെച്ച് ഒരു 1 ട്രെയിൻ അറ്റ് എ ടൈം സ്ട്രെച്ചാണ്. അപ്പോൾ നോർത്തിനും മേട്ടുപ്പാളത്തിനിടയ്ക്ക് അറ്റ് എ ടൈം ഒരു ട്രെയിൻ മാത്രമേ ഉണ്ടാവുള്ളൂ. മേട്ടുപ്പാളത്തിൽ ഒരു ട്രെയിൻ പുറപ്പെടുമെങ്കിൽ ഈ ട്രെയിൻ നോർത്തിൽ നിന്ന് ഓടി അങ്ങ് മേട്ടുപ്പാളം എത്തി കഴിഞ്ഞിട്ട് പുറപ്പെടും. ഇടയ്ക്കൊരു ക്രോസിംഗ് സ്റ്റേഷൻ ബിൽഡ് ചെയ്യുന്നതിനെ പറ്റി എവിടെ വായിച്ചായിരുന്നു. സംഭവിച്ചതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇന്നിപ്പോഴത്തെ യാത്രയിൽ നമുക്കത് കാണാം. കാണുന്നത് നീലഗിരി. സോറി, തൊണ്ട നിറഞ്ഞുപോയി. അത് കാണുന്നതാണ് നീലഗിരി അഥവാ നീൽഗിരീസ്, ദ ബ്ലൂ മൗണ്ടൻസ്. ഊട്ടി, ഗൂഡല്ലൂർ ഇതിൻ്റെ മുകളിലാണ്. നമ്മൾ ബേസിക്കലി നീലഗിരിയുടെ ഒരു ഫുഡ് ഹിൽസിലാണ് പോയി അവസാനിക്കാൻ പോകുന്നത്, മേട്ടുപ്പാളയം. അവിടെ നിന്ന് അങ്ങോട്ടാണ് മറ്റേ സ്റ്റീം ട്രെയിൻ ഓടുന്നത്, മറ്റേ മേട്ടുപ്പാളയം കൂനൂർ ഊട്ടി ട്രെയിൻ ഓടുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ട്രെയിൻ കാണാൻ പറ്റില്ല, കാരണം ട്രെയിൻ ക്യാൻസൽഡ് ആണ്. അല്ലെങ്കിലും കാണാൻ പറ്റില്ല, കാരണം അത് 7:15 പോയി. ഈ വണ്ടി ശരിക്കും 7:30 എത്തുള്ളൂ.
ഇവൻ അങ്ങനെ ബിഫോർ ടൈം കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റീം ട്രെയിൻ കാണാനൊരു അവസരം കിട്ടിയാണ്. പക്ഷെ ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി ആ ട്രെയിൻ ക്യാൻസൽഡാണ്. ആ റൂട്ടിൽ എവിടെ ഒരു മണ്ണിടിച്ചിട്ടുണ്ടായിട്ട് ട്രാക്ക് ക്ലോസ് ആയിരിക്കുകയാണ്. പെരിയനായക്കമ്പാളയം ഓൾഡ് സ്റ്റേഷനായിരുന്നു അത്. ഇനി അടുത്ത സ്റ്റേഷൻ കാരമട കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വെട്ടിപ്പാളയം. വെസ്റ്റേൺ ഗാർഡ്സ് ഇങ്ങനെ മാടി വിളിക്കുന്നുണ്ട്, വരൂ മുകളിലേക്ക് വരുമെന്ന്. പക്ഷേ പറ്റില്ല. ട്രെയിൻ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ശ്രമിക്കായിരുന്നു. ആ ട്രെയിൻ യാത്ര കുറച്ച് കാലത്ത് മോഹം കിടക്കുന്നതാണ്, കയറി പോകണം എന്നുള്ളത്. കഴിഞ്ഞ വർഷം ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് എനിക്ക് സുഖമില്ലാണ്ട് യാത്ര ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഇനി ഈ വർഷമെങ്കിലും ശ്രമിച്ചു നോക്കണം നമുക്ക്. കാരൈമട സ്റ്റേഷൻ. ഇത് ഒരു ബ്ലോക്ക് സ്റ്റേഷനായിരുന്നു. കോയമ്പത്തൂർ നോർത്ത് മുതൽ കാരൈമട വരെ സിംഗിൾ ബ്ലോക്കാണ്. പിന്നെ ഇവിടെ വെട്ടിപ്പാളയം അടുത്ത ബ്ലോക്ക്. ഭയങ്കര ഓസിലേറ്റേഴ്സ്.
എത്തിയിട്ടില്ല. നമ്മൾ നേരെയുള്ള മെയിൻ ലൈൻ പ്ലാറ്റ്ഫോമിലോട്ട് തന്നെ കയറി നിൽക്കാൻ പോവാണ്. ഇതാണ് ഇപ്പുറത്തെ സൈഡിലെ കാഴ്ചകൾ. നിറച്ച് വീടാട്ടോ. സ്റ്റേഷനിലോട്ട് കയറുന്ന രണ്ട് സൈഡ് ഫുള്ള് വീടാണ്. ടിപ്പിക്കൽ തമിഴ്നാട്ടിലെ ലൈൻ വീടുകൾ എന്ന് പറയുന്ന കൺസെപ്റ്റാണിത്. അതായത് ഒരു സിംഗിൾ എൻട്രൻസ് ആണ്, അതിൽ കൂടെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ലൈനായിട്ട് അകത്തോട്ടം വീടുകളായിരിക്കും. ആ കൺസെപ്റ്റാണ് ഈ കാണുന്നത്. നമ്മൾ ഭയങ്കര സ്ലോ ആയിട്ട് ഉള്ളിലോട്ട് കയറുന്നത്. അവിടെ റൈറ്റ് സൈഡിൽ ഒരു വാപ്പ് 4 നടക്കുന്ന കാണാം. അത് നീൽഗിരി എക്സ്പ്രസ്സിനെ കൊണ്ടുവന്ന ലോക്കമാണ്. അതിൻ്റെ റേക്ക് പുറകെ തന്നെ ഉണ്ടാവും. ഡബിൾ 266 ആണ് അരക്കോണത്തിൻ്റെ. ഇത് ചെന്നൈ സെൻട്രലിൽ മേട്ടുപ്പാളയം നീൽഗിരി എക്സ്പ്രസ്സിനെ കൊണ്ടുവന്ന ലോക്കമാണ്. ഞാൻ പെട്ടെന്ന് മറ്റേ സൈഡിലേക്ക് പോട്ടെ. ഈ കിടക്കുന്ന കേട്ടോ നീൽഗിരി എക്സ്പ്രസ്. നമ്മൾ സ്റ്റേഷനിലോട്ട് കയറുന്നു. ഹായ്, എൻ്റെ ആഗ്രഹം പോലെ തന്നെ ഒരു പഴയ ടൈപ്പ് മെമ്മോ നടക്കുന്നത്. നമ്മളിനി മെമ്മോനാണ് നമ്മുടെ യാത്ര തുടരാൻ പോകുന്നത്, മീൻസ് തിരിച്ചു പോകാൻ പോകുന്നത്. ഇവിടെ ബ്രോഡ് ഗേജിൽ ആകെ 3 ലൈനേ ഉള്ളൂ. അപ്പോൾ അതിൽ 1 മേട്ടുപ്പാളയം വന്ന് അവസാനിച്ച നീൽഗിരി എക്സ്പ്രസ് കിടപ്പുണ്ടായിരുന്നു. 2 ഇപ്പോൾ നമ്മൾ വന്ന് കയറി. 3 ഒരു ടെർമിനൽ ലൈനാണ്, അതിൽ മെമ്മോ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു ബ്രോഡ് ഗേജ് ട്രെയിനിനെ ഇങ്ങോട്ട് റിസീവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഈ വന്ന ട്രെയിനിൻ്റെ ലോക്കോ തന്നെ ഷണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീൽഗിരി എക്സ്പ്രസ് പോകണം. ഏറെക്കുറെ ഗുരുവായൂർ സ്റ്റേഷൻ്റെ ഒക്കെ ഒരു അവസ്ഥയായി ഇപ്പോൾ. ഈ മെമ്മോ കിടക്കുന്നത് ടെർമിനൽ പ്ലാറ്റ്ഫോമാണ്. മെമ്മോവിൻ്റെ ക്ലീനിങ് നടക്കുന്നുണ്ട് അവിടെ. മെമ്മോ എഞ്ചിൻ ടു സ്റ്റോപ്പ് ഹിയർ എഴുതി വെച്ചിട്ടുണ്ട്. അതേ പ്ലാറ്റ്ഫോം അവിടെ നിങ്ങൾക്ക് മരത്തിൻ്റെ ബഫർ മാർക്ക് കാണാം. അതാണ് പ്ലാറ്റ്ഫോം എൻട്രൻസ്. അത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുനിന്ന് മീറ്റർ ഗേജ് ലൈൻ സ്റ്റാർട്ട് ആവും. ഇവിടെയും എന്തൊക്കെയോ അമൃത് ഭാരത് സ്കീം വർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എവിടം വരെ എത്തിയെന്നുള്ള അറിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ 7:24 മേട്ടുപ്പാളയം സ്റ്റേഷനിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതാണ് സ്റ്റേഷൻ. ലെഫ്റ്റ് സൈഡിലാണ് സ്റ്റേഷൻ. സ്റ്റേഷൻ ബിൽഡിംഗ് ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അത്ര ഗ്രാൻഡായിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ ഞാനിനി ടിക്കറ്റ് എടുക്കാൻ പോകുന്ന സമയത്ത്, അടുത്ത വണ്ടികളെ ടിക്കറ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് ഞാനത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതായിരുന്നു നമ്മുടെ ട്രെയിന് തൂത്തുക്കുടി മേട്ടുപ്പാളയം. ഫ്രണ്ടിൽ പോയിട്ട് ആ ലോക്കോ ഒന്നും കൂടി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ ക്ലോസ് ചെയ്യാം. അത് ആ ലോക്കോ ജസ്റ്റ് അൺകപ്പിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു CBC റേക്ക് ആയിരുന്നു. CBC കപ്ലിങ്ങുള്ള റേക്കായിരുന്നു. ഇതാണ് നമ്മുടെ ലോക്കോ 22785 അരക്കോണത്തിൻ്റെ. അപ്പോൾ ഇതാണ് മേട്ടുപ്പാളയം സ്റ്റേഷൻ. നമ്മുടെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാൻ പോവാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോയിൽ. നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫീഡ്ബാക്ക് കമൻറ്റ്സ് രേഖപ്പെടുത്തുക. മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ള ദയവായി മെമ്പർഷിപ്പ് എടുത്ത് ചാനലിനെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യാം. നമുക്കന്ന് ഇവിടെ നിന്നുള്ള തിരിച്ചുള്ള യാത്രയുടെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോ വരുന്ന സമയത്ത് ഞാൻ അപ്പുറത്തുള്ള മീറ്റർ ഗേജ് സെക്ഷൻ കാണിക്കാം. അവിടെ ഒരു YDM4 കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. മീറ്റർ ഗേജ് സെക്ഷൻ മറ്റ് ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കൂടുതൽ ഇതായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യാണ്.
പിന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.